Good afternoon. Good afternoon, ma'am. Good afternoon. Ma'am, good afternoon. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര വരെ എടുത്ത് നിർത്തിയ? ലീസിംഗ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, ലീസിംഗ് തുടങ്ങി നമ്മൾ എടുക്കണോ അല്ലെങ്കിൽ? ഓക്കെ. Good afternoon. Okay, start ചെയ്യാം ട്ടോ. Leasing of an equipment. എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് ലീസിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് ലീസിംഗ്? കേട്ടിട്ടുണ്ടോ ലീസിംഗ്? പണയത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. റെന്റ്, വാടകയ്ക്ക് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ലീസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes but ownership does not change. അപ്പൊ എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തിട്ട് ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment change but ownership does not change. ലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകരണം കൈവശം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന അല്ലെങ്കിൽ മാറുന്ന പ്രക്രിയയാണ് ലീസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അവകാശം കൊടുക്കുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ലീസിംഗ്. പക്ഷെ ഓണർഷിപ്പ് ചേഞ്ച് ആകുന്നില്ല. ഇപ്പൊ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ആ കാറ് ഞാൻ ഷാനിക്ക് വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരം മാത്രമാണ് ഞാൻ ഷാനിക്ക് കൊടുക്കുന്നത്. പക്ഷെ ഓണർഷിപ്പ് എന്റെ കയ്യിൽ തന്നെയാണ് അല്ലെ. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത് ഇല്ലേ? ചിലവരൊക്കെ ഇപ്പോ നിലങ്ങളൊക്കെ പാട്ടത്തിന് എടുത്തിട്ട് കൃഷി നടത്താറുണ്ട്. പക്ഷെ ഓണർഷിപ്പ് ആ ഓണറുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇല്ലേ? അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഇനി ലീസിംഗില് രണ്ട് പേഴ്സൺസ് ഉണ്ട്, ലെസ്സർ ഉണ്ട്, ലെസ്സി ഉണ്ട്. ആരാണ് ലെസ്സർ ആൻഡ് ആരാണ് ലെസ്സി എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ ഹു ഗീവ് എക്യുപ്മെന്റ് ഫോർ ലീസ് എന്ന് പറഞ്ഞാല് പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് ഉപകരണങ്ങള് നൽകുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ലീസിംഗ് എന്താണ് ചോദിക്കാറുണ്ട്, ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ് ചോദിക്കാറുണ്ട്. മൂന്ന് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. പേഴ്സൺ ഹു ഗീവ് എക്യുപ്മെന്റ് ഫോർ ലീസ്, വാടകയ്ക്ക് കൊടുക്കുന്ന എക്യുപ്മെന്റ് വാടകയ്ക്ക് കൊടുക്കുന്നത് ആരാണോ ആ വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ഹു അക്വയർ ദ പർട്ടിക്കുലർ എക്യുപ്മെന്റ് അല്ലെ. അത് ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി അല്ലെ, ഏറ്റെടുക്കുന്ന വ്യക്തി. ഷാനി, ഞാനും ഷാനിയുടെയും ഒരു എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ, റെന്റിന്റെ കാര്യം. ഞാൻ എന്ന് പറഞ്ഞാല് ലെസ്സറും ഷാനി എന്ന് പറഞ്ഞാല് ലെസ്സിയുമാണ്. ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. ആ പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സാധനം ലീസിങ്ങിന് എടുക്കുന്നതിലെ കാരണങ്ങളാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നതിന്റെ റീസൺസ് അല്ലെങ്കിൽ കോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം, നമ്മൾ എന്തൊക്കെ കൊണ്ടാണ് വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള റീസൺസ് പറയാൻ പറ്റുമോ?
എന്തൊക്കെയായിരിക്കാം നമ്മളെ ഒരു ഉപകരണം അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ വാടകയ്ക്ക് എടുക്കുന്നതിന്റെ റീസൺസ് എന്തൊക്കെയായിരിക്കാം? ഫോർ കമേഴ്സ്യൽ യൂസിന് വേണ്ടിയിട്ട് അല്ലെ, കമേഴ്സ്യൽ യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാന്ന് ഓർത്ത് നോക്കിയേ. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കാർ ആണെങ്കിൽ പുതിയത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ 8 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ ഒന്നും രൂപയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാർ വാടകയ്ക്ക് എടുക്കും അല്ലെ, ഇല്ലേ? അപ്പൊ ലാക്ക് ഓഫ് ഫണ്ട്, അത്രയും നമ്മൾ രീതിയിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെന്താ, ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ് ആസ് റൺ ടെസ്റ്റ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ ഒരു എന്താ ലൈസൻസ് കിട്ടി. നമ്മള് ഫോറിന്റെ ലൈസൻസ് എടുത്തു. അപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയ ഉടനെ തന്നെ ഒരു പുതിയൊരു കാർ വാങ്ങി നമ്മൾ ഓടിച്ചു നോക്കാറുണ്ടോ? ഇല്ല. പിന്നെ പകരം എന്താ ചെയ്യാ? നമ്മൾ വാടകയ്ക്ക് റെന്റിന് കാർ എടുത്ത് സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തുകൊണ്ട് ഓടിച്ചു നോക്കി. അതൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുതിയൊരു കാർ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ, പുതിയൊരു കാർ നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെയല്ലേ. എക്സ്പീരിയൻസ് ആയി അത് നമുക്കൊന്ന് ഓടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്തെടുക്കുക, ഒരു പുതിയൊരു കാർ നമ്മൾ വാങ്ങിക്കാം. അല്ലെങ്കിൽ എന്താ, പെട്ടെന്ന് തന്നെ പുതിയൊരു കാർ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും തട്ടിമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് പോകും അല്ലെ. ഓക്കെ അതെ ഓക്കെ. ഷാനി ഏതാ, കാറാണോ അല്ലെങ്കിൽ 2 വീലർ ആണോ 4 വീലർ ആണോ എടുത്തിരിക്കുന്ന ലൈസൻസ്? കാറ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു എക്സ്പീരിമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട് വാടകയ്ക്ക്. ആസ് പെർ ദി ഡ്യൂറേഷൻ ഫോർ വിച്ച് എക്യുപ്മെന്റ് ഈസ് നീഡഡ്. ആ ഡ്യൂറേഷൻ അല്ലെ, എത്രത്തോളം നമുക്കത് ആവശ്യമായിട്ട് വേണം, ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു വാഹനമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് എത്രത്തോളം അത് ഡ്യൂറേഷൻ അല്ലെ, ആ ഡ്യൂറേഷൻ നമുക്ക് എത്രത്തോളം വേണം അല്ലെങ്കിൽ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ കല്യാണത്തിനൊക്കെ നമ്മള് ഈ ലൈറ്റുകളൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട് അല്ലെ. അതെന്താ, ഒരു കൂടി വന്നാലും ചിലപ്പോൾ ഒരു 5-6 ദിവസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2-3 ദിവസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് എന്താണ് അത് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാടകയ്ക്കാണ് എടുക്കാറ്. ഇപ്പൊ ജനറേറ്റർ അല്ലേ, അപ്പൊ അതിന്റെ ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. പിന്നെ എന്താണ്, to avoid the huge lead time for temporary adjustment or when the capital equipment is available only on lease. അതുപോലെ തന്നെ ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളിപ്പോ ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്താൻ വരെയുള്ള ആ ടൈം, ലീഡ് ടൈം അല്ലെ, വളരെ കൂടുതലായത് കൊണ്ട് തന്നെ അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം എടുക്കും. പക്ഷെ അതിനുള്ളിൽ നമ്മുടെ കാര്യം നടക്കാൻ വേണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിനായിട്ട് അതെടുത്ത് നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയും നമ്മൾ ലീസിങ്ങില് ഐറ്റംസ് അല്ലെങ്കിൽ ഇപ്പൊ വാഹനങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായാലും ലീസിങ്ങിന് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അത്രയും കാരണങ്ങളാണ് അല്ലെങ്കിൽ റീസൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലീസിങ്ങിന് വാടകയ്ക്ക് എടുക്കുന്നതിന്റെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫണ്ടുകൾ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിമെന്റിന് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാറിന്റെ ഒക്കെ ഒരു ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അല്ലെ, ഇപ്പൊ കല്യാണ ദിവസമൊക്കെ ഒരു 3-4 ദിവസത്തേക്ക് മാത്രം ആ ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ആ ലൈറ്റുകൾ വേണ്ടി വരുമ്പോൾ നമ്മളത് വാടകയ്ക്ക് എടുക്കാറുണ്ട് ഡ്യൂറേഷൻ അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ആ ലീഡ് ടൈം അല്ലെ, നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറെ നാൾ എടുക്കുകയാണെങ്കിൽ ആ ടൈമിനുള്ളിൽ നമുക്കത് വേണം അല്ലെ. അപ്പൊ അങ്ങനെ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിന് സാധനങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, മനസ്സിലാക്കിയ ലീസിങ് എന്താണ്, ലെസ്സർ ലെസ്സി റീസൺസ്.
ഫർസാനൊന്നും ജോയിൻ ആയിട്ടില്ലേ? ഫർസാനൊന്നും ഇല്ലല്ലോ, കണ്ടില്ലല്ലോ മിസ്. ഉണ്ടോ? ഇല്ല. അയച്ചോട്ടോ. ആബ്സെന്റ് ആണ്. ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മിസ്സിന്റെ? കണ്ടില്ല പോലെ തോന്നി. ആബ്സെന്റ് ആയിരുന്നോ? ഇല്ല. എന്ത് പറ്റി? ഉണ്ടായില്ല അല്ലേ? ഓക്കെ. ശരിയാക്കിയല്ലേ? പറഞ്ഞ വായിച്ചു. എല്ലാം രക്ഷ ഉണ്ടാവില്ല അല്ലേ? എന്ത് പറ്റിയതാ? ഡിസ്പ്ലേ പോയതാണോ? എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണല്ലേ? ക്ലാസ് റൂമിലേക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ഉച്ചയാകുമ്പത്തിനും ഭയങ്കര ചൂടാണ്. എല്ലാരും വെള്ളമൊക്കെ നല്ലോണം കുടിക്കാട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് ഇപ്പൊ 2 മാസം എങ്കിലും നമ്മള് കഴിച്ചു കൂട്ടുന്ന രാത്രി നമ്മൾ കിടക്കാറ് രക്ഷയില്ല. മഴ പെയ്തപ്പോ 2-3 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല, ചൂടായി തുടങ്ങി. പറയാൻ തോന്നുന്നില്ല. കുട്ടികളോട് വെള്ളം കുടിക്കാൻ പറ്റില്ല. ചൂടൂരൊക്കെ പൊന്തി തുടങ്ങിയിട്ട് ചൂടായിട്ട് എന്റെ മോളൊക്കെ ഈ രാത്രിയൊക്കെ ഷോർട്സ് മാത്രിട്ട് കിടക്കുള്ളൂ. പിന്നെ ഞാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടുകൂര് ഇനിയിപ്പോ 2 മാസം കൂടി ആകുമ്പോഴത്തേക്കും ചൂടുകൂര് ഇറങ്ങാവുള്ളൂ. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ചൂടാണ്. ഉറങ്ങാനും ബുദ്ധിമുട്ട്. നമ്മളെ മുന്നിൽ കാണിക്കുന്ന ദിവസത്തിൽ 5-6 പ്രാവശ്യം കുളിക്കും. കുളിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചൂടാവും. അതെ അതെ, കോട്ട് ശരിയാണ്. രക്ഷയില്ല. കുളിക്കുന്ന ടൈം കുഴപ്പമുണ്ടാവില്ല, ഒരു 2-3 മിനിറ്റ്. പിന്നെ കഴിയുമ്പത്തിന് പിന്നെ സമയമാവും. അയച്ചു വയ്ക്കോ? അയച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് ലേസിംഗ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ലേസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണങ്ങള് അല്ലെങ്കിൽ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്.
risk of obsolescence is lessened. Maintenance can be done by both lesser and lessee, and procurement of the equipment lead time is lessened. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അഡ്വാൻറ്റേജസ് ലീസിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. എന്താണ്, നമുക്ക് കുറഞ്ഞ മുതൽ മുടക്ക് മതി അല്ലെ. വാടകയ്ക്ക് നമ്മൾ റെന്റിനൊക്കെ ഐറ്റംസുകൾ വാടകയ്ക്ക് എടുക്കുമ്പോ എന്താണ്, 10 ലക്ഷം 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമോ? കാറൊക്കെ എടുക്കുമ്പോ ഇല്ല, കുറച്ച് വാടക മാത്രം കൊടുത്താലും മതി. റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസ്സൻഡ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒബ്സലൻസ് എന്ന് പറഞ്ഞാല് കാലാഹരണപ്പെടൽ അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഫാഷൻ, അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഓൾഡ് മോഡൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെയൊക്കെ കാലാഹരണപ്പെടുന്നത് കുറയുന്നുണ്ട്. ഇനി എന്താണ് പറയുന്നത്, മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ദ ലെസ്സർ ആൻഡ് ദ ലെസ്സീ. എന്താണ്, മെയിൻ്റനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ചെയ്യണം. അപ്പൊ ലെസ്സറും ചെയ്യണം, അതുപോലെ തന്നെ ലെസ്സി അതിന് ഉത്തരവാദികളാണ്. അപ്പൊ രണ്ടുപേരും എന്താണ് മെയിൻ്റനൻസ് വർക്ക് റിപ്പയർസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഉത്തരവാദികളാണെന്നാണ് പറയുന്നത്. പ്രൊക്യൂർമെന്റ് ഓഫ് ലീഡ് ടൈം, എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൻഡ്. അതുപോലെ തന്നെ എന്താണ്, ഈ ലീഡ് ടൈം ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കിപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട് വളരെ നേരം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലീസിംഗ് നമ്മൾ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ലീഡ് ടൈം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഔട്ട്ലേ, എന്താണ് ഒബ്സലൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കാം, ചോദിക്കാറുണ്ട്. എന്താണ് ഔട്ട്ലേ എന്ന് പറഞ്ഞാല് an amount of money spent on something. എന്താണ്, ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ചെലവാക്കുന്ന തുക, അതിനെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാധനം നമ്മൾ വാങ്ങിക്കാനായിട്ട് ചെലവഴിക്കുന്ന തുകയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി ഒബ്സലൻസ് എന്താണ്, കാലാഹരണപ്പെടൽ. അതിന്റെ മീനിങ് ആണ് കാലാഹരണപ്പെടൽ. The process of becoming outdated or old fashioned and no longer used. എന്താണ് ഒബ്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലാഹരണപ്പെട്ടതോ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയി, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാലാഹരണപ്പെട്ടതോ ഓൾഡ് ഫാഷൻ ആയതോ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി, അത്തരത്തിലുള്ള അവസ്ഥയെയാണ് നമ്മൾ ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിസ്അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. He is lesser who controls the equipment. Lesser has the access to the equipment inspection. Lesser has the right to seize the lease period. ഇവിടെ പറയുന്നത് ലെസ്സർക്കാണ് ഫുൾ കൺട്രോൾ, എക്യുപ്മെന്റിന്റേതായിട്ടുള്ള ഫുൾ കൺട്രോളും ലെസ്സർക്കാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ലെസ്സർക്ക് എന്താണ്, ഈ എക്യുപ്മെന്റുകൾ ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടുള്ള അവകാശം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെങ്കിലുമൊക്കെ തകരാറുകളുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടുള്ള അവകാശവും ആർക്കാണ്, ഈ ലെസ്സർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാടകയ്ക്ക് എടുക്കുമ്പോൾ ചിലപ്പോ 3 മന്തിന് അല്ലെങ്കിൽ 6 മാസത്തിനൊക്കെയാണ് നമ്മൾ വാടകയ്ക്ക് ഐറ്റംസുകൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, 3 മാസത്തേക്ക് അവർ എഗ്രിമെന്റ് വെക്കും, ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് വെക്കും. അങ്ങനെ ലീസിംഗിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല അവർ ആ ഉപകരണം അത് വെച്ചിട്ടുള്ള ആ ഉപകരണം ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ കരാർ അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് നിർത്തലാക്കാനായിട്ട് ലെസ്സർക്ക് അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടല്ല ഈ ലെസ്സി ഉപകരണം ഉപയോഗിക്കുന്നതെങ്കിൽ ലെസ്സർക്ക് എന്താണ്, ആ കരാറ് നിർത്തലാക്കാൻ വരെ അവകാശമുണ്ട്. അതാണ് ഡിസ്അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഇനി ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് എ ഹോസ്പിറ്റൽ, വേസ്റ്റ് മാനേജ്മെന്റ് ഇൻസിനറേറ്റർ, ആറ്റ് ലോണ്ടറി സർവീസസ്, വാഷിംഗ് മെഷീൻ. ഇപ്പോ ചില സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റൽസ്, സ്മോൾ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചിലപ്പോ അവിടെ ഈ വേസ്റ്റുകളൊക്കെ കത്തിച്ച് കളയാനായിട്ടുള്ള
സൗകര്യങ്ങളൊന്നും അത്ര കണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ പേഷ്യൻസ് ഉപയോഗിക്കുന്ന തുണികള്, പില്ലോ കവർ, ബെഡ്ഷീറ്റുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ചിലപ്പോ വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്യും? ലീസിങ്ങിന് കൊടുക്കും. ലീസിങ്ങിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഔട്ട്ലേ എന്താണ്, ഒബ്സലൻസ് എന്താണെന്നുള്ളത് വായിക്കാം കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ്? ഒരു ഉപകരണത്തിന്റെ സെലക്ഷനും സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 4-5 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെലക്ട് അക്കോർഡിംഗ് ടു ദ നീഡ് ഓർ റെക്കമെൻഡേഷൻ. നമ്മൾക്കറിയാം ഈ എക്യുപ്മെന്റുകൾ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള്
അവരെന്ത് ചെയ്യും, റിക്വസിഷൻ നടത്തിയിട്ട് അല്ലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥനകൾ നടത്തിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി എന്താണ്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവിടെ ചെക്ക് ചെയ്യണോ അല്ലെ, ഇപ്പോ ഐറ്റംസ് കൊണ്ടുവരുമ്പോ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ. ഇപ്പോ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഐറ്റംസ് കൊണ്ടുവരുമ്പോ ഈ അവിടുത്തെ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് അത് ചീത്തയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർസിന്റെ അവൈലബിലിറ്റി ഒന്നും ഇവിടെ ഉണ്ടാവില്ല ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്പെയർസിന്റെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടോ, ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്ത് തരുമോ എന്നുള്ളത് നോക്കാം. പിന്നെ എന്താണ്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അത് വാങ്ങിച്ചു ഇൻസ്റ്റാൾ ചെയ്യണം, ഓപ്പറേഷൻ ഓരോ കാലിബ്രേഷൻ, അത് ടെസ്റ്റിംഗ് ട്രെയിനിങ് നടത്താം. അത് ടെസ്റ്റിംഗ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈ എന്താണ് അത് പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് ട്രെയിനിങ്ങുകൾ കൊടുക്കാം, ടെസ്റ്റിംഗ് നടത്താം. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് തരാറുണ്ട്. ഇപ്പൊ TV, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് തരും. അതാണ് മാനുവൽ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ആ മാനുവലില് എന്താണ്, ഇപ്പൊ ടിവിയുടെ ആണെങ്കിൽ റിമോട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതുപോലെ തന്നെ ഓരോ സ്വിച്ചിനെ കുറിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കേബിൾ എങ്ങനെ കണക്ട് ചെയ്യാം, വയർ എങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ അത് പ്രവർത്തിപ്പിക്കുന്നത് ഇല്ലേ. ഓരോ കാര്യങ്ങളും ഇപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. Selection according to the need or recommendation, take into account the effect of after sales service and spare availability, installation, operation and calibration, training and testing, manufacturers manual availability. Okay. ഇനി നെക്സ്റ്റ് നോക്കാം, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദി ഹോസ്പിറ്റൽ ഫോർ ദി പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്, ഹോസ്പിറ്റലിന് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകാനായിട്ടുള്ള അധികാരമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടേതായിട്ടുള്ള ഐറ്റംസുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ട് നൽകാനായിട്ടുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്. കാരണം എന്താണ്, അവരാണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഐറ്റംസുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്കാണ് ഇത് റെസ്പോൺസിബിലിറ്റി. ഹോസ്പിറ്റലിൽ നിന്നും ഓരോരുത്തർക്കും വാങ്ങിക്കാനായിട്ടുള്ള ഫണ്ട് നൽകാനായിട്ടുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് പറയുന്നത്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, യൂസർ ഡിപ്പാർട്ട്മെന്റിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, വാങ്ങിച്ചു കൊടുക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും അത് വാങ്ങിക്കാനായിട്ടുള്ള പണം കൊടുക്കാനായിട്ടുള്ള അധികാരം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി എന്താണ്, റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് അനുസരിച്ചിട്ട് അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അതായത് സെയിം തന്നെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ഐറ്റംസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതാണ് അവരുടെ നീഡ്, അവരുടെ ആവശ്യം അനുസരിച്ച് അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. Responsibility for evaluation of specifications and if incomplete or incorrect has the authority to challenge specifications. നമുക്കറിയാം എന്താണ്, ഓരോ ഐറ്റംസുകൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ ഇവരാണ് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അപ്പോ എന്തെങ്കിലും ഇപ്പോ സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്തു, സപ്ലയർ ആണ് നമ്മളുടെ കയ്യിലേക്ക് റിസീവ് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പൊ നമ്മളൊരു 10 ഐറ്റംസ് പറഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ 15 കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു 5 അവർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഗുഡ്സുകൾ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്
അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള നമ്മൾക്ക് വെല്ലുവിളിക്കാനായിട്ടുള്ള അധികാരം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. കാരണം എന്താണ്, അവിടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കുക എന്നത് അല്ലെ. ഡാമേജ് ആയിട്ടുള്ള ബുക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രണ്ണമാണ് പറഞ്ഞത്, 10 പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഇത്രയും കുറവ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള അധികാരം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പിന്നെ എന്താണ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓർ വെഞ്ചർ റെപ്രസെന്റേറ്റീവ് ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം എന്താണ്, ഈ നമ്മള് ലേലം വഴിയും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐറ്റംസുകൾ വാങ്ങിക്കുന്നത് അല്ലെ, ഓരോ സപ്ലയറുടെ കയ്യിൽ നിന്നും. അപ്പൊ സപ്ലയറെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്ലയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രിമെന്റിലൂടെ നമ്മൾ ആണ് ഐറ്റംസുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ വെൻഡേഴ്സ് വരുമ്പോൾ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാല് കച്ചവടക്കാരനാണ്, സപ്ലയർ ആണ്. ആ സപ്ലയർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ അവർക്ക് വേണ്ട ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് നമ്മളൊരു എഗ്രിമെന്റ് വെച്ചിട്ടാണല്ലോ. അപ്പൊ വെൻഡേഴ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ടൊരു ചർച്ചകൾ നടത്തുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി ആരുടേതാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. To get the correct quality and quantity at the economical price and to supply materials as needed for the various department. അതുപോലെ തന്നെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലും കറക്റ്റ് ക്വാളിറ്റിയിലും എക്കണോമിക് പ്രൈസിലും സപ്ലൈ ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും മെറ്റീരിയൽസ് കറക്റ്റ് ക്വാണ്ടിറ്റിയിലും കറക്റ്റ് പ്രൈസിലും കറക്റ്റ് ക്വാളിറ്റിയിലും എക്കണോമിക് പ്രൈസിലും സപ്ലൈ ചെയ്യേണ്ട അധികാരവും ആർക്കുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റും വായിച്ചു കേട്ടോ.
Next ആണ് job description of a purchase manager. The person that normally runs the purchasing department is called the purchasing manager. Purchasing manager എന്ന് പറഞ്ഞാൽ എന്താണ്? Purchasing department run ചെയ്യിപ്പിക്കുന്ന പേഴ്സണെ പറയുന്നതാണ് purchasing manager എന്ന്. അദ്ദേഹത്തിന്റെ duties and responsibilities ആണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. Then purchasing job description is strategic in nature and usually consists of the following. First one, maintaining the purchasing policy and ensuring that all purchasers stick to it. എന്താണ് പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിംഗ് പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുക, രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ഓരോരുത്തരും പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. അപ്പൊ പർച്ചേസിംഗിന്റെ പോളിസി മെയിൻറ്റെയിൻ ചെയ്യുകയും രൂപപ്പെടുത്തുകയും അതനുസരിച്ചാണോ ഓരോരുത്തരും പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? പർച്ചേസ് മാനേജർ ആണ്, പർച്ചേസിംഗ് മാനേജർ ആണ്. Choosing the suppliers that the company deal with and keeping the legal interaction with them. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്ലയറെ നമ്മൾ ചൂസ് ചെയ്യുന്നല്ലേ, ഒരു ഹോസ്പിറ്റൽസിന് ഒരു എന്താണ് സപ്ലൈസിന്റെ ലിസ്റ്റ് ഉണ്ടാവും, ഹോസ്പിറ്റൽ അംഗീകരിച്ച സപ്ലൈസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ഓരോ സപ്ലയറെയും നമ്മൾക്ക് യോജിച്ച സപ്ലയർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആരോർക്കാനല്ലേ? ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റൽ അംഗീകരിച്ച ഒരു ലിസ്റ്റ് ഉണ്ടാവും സപ്ലയേഴ്സിന്റെ, അതിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെക്കണം. അത് എന്താണ്? അത് നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ലീഗൽ ഇന്ററാക്ഷൻ ആയിരിക്കണം അവരുമായിട്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ മാനേജിങ് SLAs എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് ആണ്. സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്യാരണ്ടി വാറന്റി ഒക്കെ കൊടുക്കില്ലേ, അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ്സ് ആണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. That may be in place and managing any master agreements. മാസ്റ്റർ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ ഈ എന്താണ് എഗ്രിമെന്റ് വെക്കാറുണ്ട്. അതാണ് മാസ്റ്റർ എഗ്രിമെന്റ് കേട്ടോ. SLA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ് കേട്ടോ. അതായത് ഗ്യാരണ്ടി വാറന്റി ഒക്കെ കൊടുക്കുന്നത്, അത്തരത്തിലുള്ള എഗ്രിമെന്റ്. മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദ കമ്പനി. അപ്പൊ ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. ഇനി സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇനി കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ദ അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സ്. അതുപോലെ തന്നെ എന്താണ് സഹകരിക്കാം അല്ലെ, സഹകരിച്ച് പ്രവർത്തിക്കാം അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? budgeting, costing and cost saving after analyzing the management information available. ഇനി നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഈ ഇൻഫർമേഷൻസ് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റിങ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഒക്കെ നടത്തണം. അതും ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താ? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. അതായത് ഈ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഹെൽത്തി ആണോ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും സേഫ്റ്റി ആണോ, ക്വാളിറ്റി ഉണ്ടോ എന്നതൊക്കെ നമ്മൾ വിശകലനം ചെയ്യാം. അതാണ് അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഓവർസീയിങ് എനി ലീഗൽ പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. അതായത് വലിയൊരു സംഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് പർച്ചേസ് മാനേജർ റെസ്പോൺസിബിൾ ആണ്. Liaison, communication or cooperation which make easy for the close working relationship between people. അതായത് liaison എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം സ്ഥാപിക്കാം.
മറ്റു എന്താണ് പീപ്പിൾസ് തമ്മിൽ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു എംപ്ലോയീസ് തമ്മിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം ആര്, ഈ പർച്ചേസിംഗ് മാനേജർ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള സക്സസ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പും ഈ പർച്ചേസിംഗ് മാനേജർ സ്ഥാപിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വായിച്ചിരിക്കുകയും. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് കേട്ടോ. പർച്ചേസിംഗ് ക്ലർക്കിനെ പർച്ചേസിംഗ് അസിസ്റ്റന്റ് എന്ന് കൂടി പറയുന്നുണ്ട്, അതിൽ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്. പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഡേ ടു ഡേ വർക്ക് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് അല്ലെ. അവിടെയുള്ള ദൈനംദിന വർക്കുകൾ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. Collect and merge purchase orders and purchase requisition so as to order materials, goods and supplies. എന്താണ് പറയുന്നത്, ഈ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ റിക്വസിഷൻ തരും അല്ലെ, അഭ്യർത്ഥന നടത്തും. എന്നിട്ട് നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് അത് ലയിപ്പിച്ചിട്ടാണ് ഓരോ അല്ലെങ്കിൽ മർജ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് നടത്തുന്നത്, ഓരോ മെറ്റീരിയൽസും പർച്ചേസ് നടത്തുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്, പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. ആദ്യം റിക്വസിഷൻ അവർ നടത്തും, യൂസർ ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥന കൊടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് മർജ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഓർഡേഴ്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഡ്യൂട്ടി, ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ഒക്കെ പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. പിന്നെ എന്താ, ഡെലിവർ ദം ടു സപ്ലയേഴ്സ്. അതുപോലെ തന്നെ ആ സപ്ലയറെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സപ്ലയർക്ക് കൈമാറേണ്ട ഡ്യൂട്ടിമാരുടേതാണ്, ഈ പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. അതുപോലെ തന്നെ റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. റിഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീചെക്ക് ചെയ്യാം, ഓർഡേഴ്സുകൾ റീചെക്ക് ചെയ്യണം. ആവശ്യാനുസരണം സ്റ്റോക്ക് നോക്കിയിട്ട് അത് പുതുക്കി ഓർഡർ ചെയ്യേണ്ട ഡ്യൂട്ടിയും പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് സപ്ലയർ ഓൺ ഡെയിലി ബേസിസ്. എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എപ്പോ കിട്ടും, എന്ന് വരും, ഓർഡർ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇന്ന് വരുമോ, എന്ന് കിട്ടും എന്നതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കണം.
Scrutinize the deliveries against the orders. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ഈ സപ്ലയറിനോട് കൃത്യമായിട്ടാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത്, അവര് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓർഡറുകൾ അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡർ എന്നാണ് കേട്ടോ അത്, ഓർഡർ എന്നല്ല, ഓർഡർ എന്നാക്കുക. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടാറാവുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മെറ്റീരിയൽസ് കിട്ടാറാവുമ്പോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ, നമ്മൾ എവിടെ എത്തി, ഇപ്പോ വരും, നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോവുകയാണ്, പോവാൻ നിൽക്കണമെങ്കിൽ അവരെപ്പോ വരും എന്നൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോ വരും, എത്ര ടൈം കൊണ്ട് വരും. അതെ, ഇപ്പോ ലൊക്കേഷൻ അറിയാണ്ട് അവർ വിളിക്കാറുണ്ട് അല്ലെ, അപ്പൊ ലൊക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ എന്താ, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, under orders, over orders and damaged goods. അതായത് എന്താണ്, ഹാൻഡിൽ ചെയ്യുക. എന്തൊക്കെയാണ്? നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത അല്ലെ, സപ്ലൈ ചെയ്യാത്ത ഓർഡർ കേട്ടോ. ഇനി അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറവാണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഓവർ ഓർഡേഴ്സ് കൂടുതലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, ഡാമേജ്ഡ് ഗുഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് ഇനി ഇൻവോയ്സസ് ആർ സെൻഡ് ടു അക്കൗണ്ട് ഫോർ പേയ്മെന്റ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് സപ്ലയർ ഇൻവോയ്സ് തരും, അതിൽ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം അല്ലെ. ഇനി അതിനുശേഷം എന്താ, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും ക്ലിയർ ആയിട്ട് ജനറേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ്. വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വെച്ച് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ഇത്ര വരെ നോക്കിയാണോ പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ്? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.